ശത്രുബാധകൾ പലതരത്തിലും വരാം. പല കാരണങ്ങളെ കൊണ്ടും വരാം. ചിലർ ശത്രുബാധ അല്ല ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പല കാര്യസാധ്യത്തിന് വേണ്ടി, അത് സ്വത്തിന് വേണ്ടിയാകാം, പൈസയ്ക്ക് വേണ്ടിയിട്ടാകാം, സ്ത്രീകളെ സംബന്ധിച്ചാകാം, മറ്റ് അതിർത്തിനെ സംബന്ധിച്ചാവാം, പൈസ കൊടുക്കൽ വാങ്ങല് ഇത്യാദികളെ കൊണ്ട്, അല്ലെങ്കിൽ കേസ് വഴക്കുകൾ അത് ജയിക്കാൻ വേണ്ടിയിട്ടാകാം, പ്രത്യേകിച്ച് കാര്യസാധ്യത്തിനൊക്കെ ആയിരിക്കാം, പലതരത്തിലും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നാശത്തിന് വേണ്ടിയായിരിക്കാം. അങ്ങനെ പലതരത്തിലും ബാധാദോഷങ്ങൾ അല്ലെങ്കിൽ മറ്റ് ശത്രുവിൻ്റെ നാശത്തിന് വേണ്ടി അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാശം കാണാനായിട്ട് പ്രവർത്തിക്കാരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്നത് വളരെ കാലം മുമ്പുള്ളതായ ഒരു സംഗതിയാണത്. അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് ഉദ്ദേശിച്ചെങ്കിൽ കൃത്യമായിട്ട് ആ ദോഷങ്ങൾ മുഴുവൻ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് അല്ലെ അദ്ദേഹത്തിൻ്റെ കർമ്മസ്ഥാനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അത് കാണിക്കാനായിട്ട് തുടങ്ങും. അതും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സമയം ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ദോഷങ്ങളൊക്കെ അദ്ദേഹത്തിന് അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ പലരും ഞാൻ പറഞ്ഞു വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അത് അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. അത് ചാത്തൻ്റെ മണപസ്ഥാനത്ത് ചെന്നിട്ട് പ്രവർത്തിക്കാം, അല്ലെ പ്രാർത്ഥിക്കാം. ഇപ്പം കരികുട്ടി ഉള്ള സ്ഥലത്തായിരിക്കാം, കാളി ഉള്ള സ്ഥലത്തായിരിക്കാം, നീചഭദ്രകാളി അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ചേക്കുട്ടുപ്പാവ അല്ലെങ്കിൽ ജിന്ന് അങ്ങനെ മുസ്ലിം പ്രവർത്തികളിരിക്കുന്നതായ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാനങ്ങളിലായിരിക്കാം. അപ്പം ഇതെല്ലാം കൂടി ചിലപ്പോൾ ഒരു സ്ഥലത്തുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം അവിടെ ചെന്നിട്ട് കർമ്മങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ബാധാമൂർത്തികളെല്ലാം ആ വ്യക്തിയുടെ നാശത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു. അപ്പം പറയുന്നവൻ ശരിക്കും പറഞ്ഞാലും പോകേണ്ടവർ പോയി കഴിഞ്ഞാലും ഏത് കാര്യങ്ങളും അവർ നടത്തിയിട്ടേ വരുള്ളൂ. ഇന്ന ആളിനെ കൊന്നിട്ട് വരണിട്ടാന്ന് പറഞ്ഞ് കൊന്നിട്ട് അതിന് തിന്നിട്ടാ വരിക. ആ ജാതിയുള്ള മൂർത്തികളും അല്ലെങ്കിൽ ആ ജാതി കർമ്മങ്ങളൊക്കെ ആയിരിക്കും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകുക. അതൊക്കെ ഈ ചാത്തിനും ചൊവ്വയും കരിക്കുട്ടി ഇവരൊക്കെ ഇനിയാണ് കാര്യങ്ങൾ നടത്തുക. അപ്പോൾ ഇതേപോലെ പല സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട്, പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ചാത്തൻ്റെ ദോഷങ്ങൾ. ആ ചാത്തൻ്റെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ അനർത്ഥങ്ങളാണ്. ആ വീട്ടിൽ യാതൊരു സ്വൈര്യം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, അടിയും പിടിയും. അതാരും ഉദ്ദേശിച്ചാണെങ്കിൽ ആ വ്യക്തിക്ക് ശരിക്കും ഉറക്കമുണ്ടാവില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ആരോടും മിണ്ടില്ല, അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുക, കഥകടച്ചിരിക്കുക, അല്ല അദ്ദേഹത്തിന് അടിക്കടി അപകടങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയുള്ള ദുരിതങ്ങൾ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കും. അത് ചില സമയത്തൊക്കെ മുറുക്കി തുപ്പിയിട്ടുള്ള മണം വരുന്നു, അല്ലെങ്കിൽ ഈ നാടിൻ്റെ മണം, ഇതൊക്കെ ചാത്തിൻ്റെ ബാധകളുടെ ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കാറുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായൊരു ബാധാദോഷങ്ങൾ ഏറ്റൊരു വ്യക്തിയുടെ അനുഭവം പരിചയപ്പെടുത്താം. ഒരു വീട്ടിൽ അവർക്ക് സഹോദരന്മാരൊക്കെ ഉണ്ട്. അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിൽ ഒരു ചേട്ടനും ഒരു ചേട്ടനും അനിയനും. അപ്പം അതിൽ ചേട്ടൻ്റെ സ്വത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു കൂട്ടായിട്ടുണ്ടായിരുന്ന സ്വത്താണ്. അപ്പം അത് അനിയന് വീട് വെക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അനിയൻ്റെ ഓഹരി അനിയനെ അത് വീതിച്ചു കൊടുത്തു. അങ്ങനെ അവർ വളരെ സന്തോഷത്തോട് നിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പം അനിയൻ്റെ ഭാഗം അനിയനെ കൊടുത്തു നോക്കുമ്പോൾ പിന്നെ ചേട്ടനുള്ള ഭാഗമുണ്ട്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ സ്ഥലം വിറ്റിട്ട് അതിൽ കുറച്ച് പൈസ കൊണ്ട് ചേർത്തിട്ട് കുറവ് വിലയ്ക്ക് കൂടുതൽ സ്ഥലം കുറച്ച് മേടിച്ചിട്ടു. അപ്പോൾ അനിയനുള്ളതായ ഓഹരി കൊടുത്തു. അനിയൻ അത് എന്ത് ചെയ്താലും വേണ്ടില്ല, അനിയനെ കൊടുത്തു. ചേട്ടനുള്ള അതേ കണക്കുള്ള ഓഹരി അത് സ്ഥലം വിറ്റിട്ട് കുറച്ച് പൈസ ചേർത്തിട്ട് വേറെ സ്ഥലത്ത് കുറച്ചുകൂടി കൂടുതലുള്ളതായ സ്ഥലം മേടിച്ചു, അതായത് കുറച്ച് വിലയ്ക്ക് കിട്ടാവുന്ന ഭാഗത്ത്. അങ്ങനെ ആ സ്ഥലം മേടിച്ച് നിൽക്കുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞു. ഈ അനിയൻ വീണ്ടും അന്വേഷിച്ച് വരിക. എന്താന്ന് പറഞ്ഞാൽ ഈ സ്വത്ത് എനിക്കിതിൽ അവകാശമുണ്ട്, എൻ്റെയും കൂടി പൈസ കൊണ്ടാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിനക്കുള്ള നിന്റെ ഭാഗത്ത് നിനക്ക് തന്നു, ഇനി അതിൽ നിനക്ക് അന്വേഷിച്ച് വരാൻ പറ്റില്ല, ഇത് എൻ്റെ സ്ഥലമാണ്, എൻ്റെ സ്വത്ത് കൊണ്ടാണ് മേടിച്ചിട്ടുള്ളത്.
അങ്ങനെ പറഞ്ഞു. തർക്കായി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാഗത്തിലുണ്ട്, എനിക്ക് അവിടെ തന്നു പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ഇല്ല. പിന്നെ ഈ സ്ഥലം നമുക്ക് രണ്ടാളും കൂടിയിട്ടുള്ളതാണ്, അത് ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വഴക്ക് 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 എന്ന് പറഞ്ഞാൽ അവരടിയും പ്രശ്നങ്ങളൊക്കെ ആയി, കേസായി. അങ്ങനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവർ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. പ്രവർത്തികൾ ചെയ്യാൻ തോന്നി. ആ ചേട്ടൻ ഒരേ പക്ഷം തന്നെ അനിയനുള്ള ഭാഗം മുന്നേ കൊടുത്തു, എൻ്റെത് ഞാൻ വിറ്റ് വലി ചേർത്ത് കുറച്ച് സ്ഥലം മേടിച്ചു. അപ്പൊ ആ സ്ഥലത്ത് നിന്ന് പങ്ക് ചോദിച്ചിട്ടാണ് അനിയൻ കയറി വരുന്നത്. അങ്ങനെ തരില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ അവരടിയും കുത്തും ഭയങ്കര പ്രശ്നങ്ങളായി. അത് തീരാ പകയായി. അവസാനം മന്ത്രത്തിലേക്ക് അല്ലെങ്കിൽ മന്ത്രവാദികളുടെ അടുത്തേക്ക് അവരെത്തപ്പെട്ടു. അനിയൻ ചേട്ടൻ എപ്പോഴും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷെ അനിയൻ ഇവരുടെ നാശത്തിന് വേണ്ടി ഓരോ ക്രിയകൾ ചെയ്തു വിടാൻ തുടങ്ങി. അങ്ങനെ ചേട്ടൻ മരിച്ചു, ദുരിതമായിട്ടാണ് മരിച്ചത്, പെട്ടെന്ന് എന്തോ ഒരു ആക്സിഡന്റ് ഒക്കെ ആയിട്ടാണ് മരിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഈ ചേട്ടന്റെ മക്കളുടെ നേരെ ഇതിന്റെ ദോഷങ്ങൾ വരാൻ തുടങ്ങി. ആ ഇടയ്ക്കാണ് ചേട്ടന്റെ മോൻ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച് നോക്കുമ്പോൾ ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ ഈ മോൻ കഴിച്ചിട്ടുള്ള ആ പെൺകുട്ടിക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ കാണാൻ തുടങ്ങി. അത് ഓടിടുക, കരയുക, അല്ലെങ്കിൽ നെഞ്ചു വേദന എടുക്കുക, വഴക്കുണ്ടാക്കുക, അങ്ങനെയുള്ള രീതികളൊക്കെ അദ്ദേഹം കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഇതെന്താണ് ഏതാണെന്ന് വെച്ചിട്ട് ഒരുപാട് സ്ഥലത്തേക്ക്, അതുപോലെ ഉറക്കല്ല, രാത്രിയിൽ എന്തൊക്കെ വിളിച്ചു പറയാ, അങ്ങനെയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇവർ പോയി നോക്കി പരിഹാരങ്ങൾ ചെയ്തു. അപ്പൊ എവിടെ പോയാലും പരിഹാരം ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇയാൾക്ക് കൂടി വരിക. അങ്ങനെ ഇതിനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിനെ അമർച്ച ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ആർക്കും കഴിയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നു. ആ ഗുരുനാഥന്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇതിനെ ഒരു താമ്പൂല പ്രശ്നം വെക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ താമ്പൂല പ്രശ്നം വെച്ചു. ആ താമ്പൂല പ്രശ്നം വെച്ചിട്ട് 3 ദിവസമുള്ളതായ പരിഹാരങ്ങൾ ചെയ്യുക ഈ ദോഷങ്ങൾ മാറാനായിട്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം ഇത് മാത്രമല്ല, ചാത്തന്റെ ഉണ്ട്, ചേക്കുട്ടിയുടെ ഉണ്ട്, ചേക്കുട്ടിപ്പാവന്റെ ഉണ്ട്, അതേപോലെ തന്നെ മാരണ ജിന്നെ, അതേമാതിരിയുള്ളതായ മൂർത്തികൾ, കരിങ്കുട്ടി, കാളി, അങ്ങനെ കരിനാഗങ്ങള്, അതേപോലെ തന്നെ ദുർമരണപ്പെട്ടു പോയിട്ടുള്ളത് പ്രേതാത്മാക്കള്, അങ്ങനെ ഒരുപാട് സംഗതികളാണ് ഈ ബാധയോട് കൂടിയിട്ട് എന്നെ കയറി വരണത്. അങ്ങനെ ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവിടുത്തെ മരുമോൾ കുട്ടിക്ക്, ആ മരുമോൾ കുട്ടിയൊക്കെ വലിയ വലിയ മരങ്ങളൊക്കെ എടുത്തിട്ട് ആളൊറ്റയ്ക്ക് എടുത്ത് നടക്കുന്നൊരവസ്ഥ. കാരണം ആളല്ല ചെയ്യണത്, ആളെ എതിർത്ത് കഴിഞ്ഞാൽ അടിക്കുക, വഴക്കുണ്ടാക്കുക. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എന്ന് പറഞ്ഞു, പോയിട്ട് ഭേദമില്ല. അങ്ങനെ ഒരു പരിചയം ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ താമ്പൂല പ്രശ്നം വെച്ചു. ആ താമ്പൂല പ്രശ്നത്തിന്റെ പരിഹാരം കഴിഞ്ഞു. അപ്പൊ പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ള ഒരു തന്ത്രിയാണ്. അദ്ദേഹം കഴിവുള്ള ഒരാളാണ്, നല്ല ഒരു ചെറിയൊരു വയസ്സ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ കർമ്മങ്ങൾ കഴിഞ്ഞു. 2 ദിവസം കർമ്മം ചെയ്തു. 3-ാമത്തെ ദിവസം അതിനൊക്കെ ആവാഹിച്ചു. വേണ്ടുന്ന തരത്തിലൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി. വീണ്ടും 6 ദിവസം കഴിഞ്ഞു. 6 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കുട്ടിക്ക് വീണ്ടും പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങിയപ്പോ ഈ തന്ത്രിനെ വിളിച്ചു. അപ്പൊ തന്ത്രിനെ വിളിച്ചിട്ട് നോക്കുമ്പോ തന്ത്രി എന്നെ വിളിച്ചു. തന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു, സത്യ, ഇങ്ങനൊരു വിഷയമുണ്ട്, അതെന്താണെങ്കിലും നോക്കിയിട്ട് ശരിയാക്കി കൊടുത്തു. ഞങ്ങൾ നോക്കിയിട്ടുള്ളതാണ്, അപ്പൊ അത് ഒതുങ്ങണില്ല എന്നുള്ളതാണ് അറിയണത്. അപ്പൊ നീ എന്താണ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു, രാശി നോക്കി അതിൽ നിന്ന് പറഞ്ഞാൽ ഈ സ്വത്തിനെ സംബന്ധിതമായിട്ടുള്ളതായ പ്രശ്നങ്ങൾ, മൂർത്തി, അതിൽ ശക്തമായിരിക്കുന്ന മൂർത്തികളെ കണ്ടു. അപ്പൊ ഈ കരികുട്ടി, അതേപോലെ തന്നെ ചാത്തൻ, ചൊവ്വ, ചേക്കുട്ടിപ്പാവ, അങ്ങനെയുള്ളതായ മൂർത്തികളിനെ അങ്ങോട്ട് ലിസ്റ്റ് വരാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് കർമ്മം ചെയ്തിട്ട് കൃത്യമായിട്ട് കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് നാഗം ഭയങ്കര ഒരു ശക്തമായിരുന്നു. അപ്പൊ ഈ നാഗത്തിന്റെ അടുത്ത് പോയിട്ടാണ് ഇവര് പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ നാഗം കിടന്ന് കാണിക്കുന്ന മാതിരിയാണ് ഈ പെൺകുട്ടി ഇടയ്ക്ക് ഇത് കാണിക്കും. നല്ല തീരെ ഓർമ്മ പോയിട്ടില്ലെങ്കിൽ ആളറിയും.
അല്ലെങ്കിൽ അത് അറിയാതെ ആയിരിക്കും ചെയ്യാം. അപ്പം അങ്ങനെ ഈ കർമ്മങ്ങൾ ചെയ്ത് അപ്പം ഇയാൾ തന്ത്രി വിളിച്ച് പറഞ്ഞു സത്യം ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വന്ന് നോക്കി. അപ്പം അതിന് പരിഹാരം ചെയ്യാം എന്നുള്ള ഇതായി. അപ്പം പരിഹാരം ചെയ്യാനായിട്ട് നോക്കുമ്പോൾ, കാരണം പല സമയങ്ങളിൽ ഇദ്ദേഹം പാമ്പ് ആടുന്ന മാതിരിയാണ് പിന്നെ ആടുന്നത്. അപ്പം അവരൊക്കെ ആണെങ്കിൽ ഈ സർപ്പത്തിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന, കൂടുതൽ ഭയങ്കര ശക്തമായിരിക്കുന്ന ആഭിചാരം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ പോയിട്ടാണ് പ്രവൃത്തികളുള്ളത്. അപ്പൊ ആവാഹിക്കാനായിട്ടിരുന്നു നോക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്തു. ആ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് എന്തോ ഒരു സാന്നിധ്യം ഉണ്ടായി. ആളിങ്ങനെ വിറച്ച് ഇങ്ങനെ ഓടിയിട്ട് പിന്നെ കൽപ്പന പറയാൻ തുടങ്ങി ഇദ്ദേഹം. അപ്പോൾ എന്താണ്, ആരാണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ ചാത്തനാണ്. അപ്പോൾ എന്തിനാ വന്നിട്ടുള്ളത്? ഞാൻ കൊല്ലാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. എൻ്റെ സ്വത്ത് എനിക്ക് വേണം അവർ പറയുന്ന ഭാഷയാണ്. ഈ വ്യക്തിയുടെ ശരീരത്തിൽ ചാത്തൻ്റെ സാന്നിധ്യം വന്നിട്ട്, ചാത്തൻ വന്നിട്ട് പറയുന്നത് എൻ്റെ സ്വത്ത് വേണം എനിക്ക്, അതാണ് എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യും, എനിക്ക് സ്ഥലം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചിങ്ങനെ, അപ്പം നിങ്ങൾ ഒരു 4 ദിവസം മുമ്പ് അല്ലെങ്കിൽ 5-6 ദിവസം മുമ്പ് നിങ്ങൾ കർമ്മം ചെയ്തല്ലോ, നിങ്ങൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ആ കർമ്മത്തിൽ പെട്ടില്ല, ആവാഹനയിൽ പെട്ടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങളെവിടെയായിരുന്നു കർമ്മം ചെയ്യുമ്പോൾ, എന്തായാലും പെടാഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവരവിടെ കർമ്മം ചെയ്തിരുന്നു. അപ്പം നിങ്ങളതിൽ ബന്ധനത്തിലായില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ ബന്ധനത്തിലൊന്നായില്ല, ഞങ്ങൾ ആ മതിലും ഇരിക്കുകയായിരുന്നു പറഞ്ഞു. അപ്പം ഈ കർമ്മം ചെയ്യുന്ന ആ ഗുരുനാഥൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഫ്രണ്ടിലൊരു മതിലുണ്ട്. അപ്പം ഞങ്ങൾ ആ മതിലുമ കയറിയിരിക്കുന്നു. ഇവരെ പിടിക്കാനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ മറ്റേ മതിലിൻ്റെ മുകളിലായിരുന്നു നിന്ന് സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം അവിടെ ആവാഹിക്കലും കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ ആണ് വീണ്ടും പ്രശ്നം ഉണ്ടാവണം. അപ്പം അങ്ങനെ ഇവരായിട്ട് സംസാരിച്ചു. അപ്പം ഇതെന്താണ് ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഈ സ്വത്ത് ഞങ്ങൾക്കുള്ളതാണ്, അത് ഞങ്ങൾക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വത്തിൻ്റെ അവകാശം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ വിളിച്ച് വരുത്തിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൽ ഇന്ന മൂർത്തികളുണ്ട്, ഇന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർ സ്ഥലം വിറ്റിട്ട് ഇന്ന സ്ഥലത്ത് പോയി ഇത്ര സ്ഥലം മേടിച്ചു നോക്കുമ്പോൾ അതിന്ന് പകുതി ഞങ്ങൾക്ക് വേണം, അത് ഉന്നയിച്ചിട്ടാണ് ഈ വ്യക്തികൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന നാളികേരം അദ്ദേഹത്തിൻ്റെ കയ്യിലെ കെട്ടി. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു നാളികേര കയ്യിൽ കിട്ടി. അത് എടുത്ത് അങ്ങോട്ട് ചാടി ഞാൻ എന്നിട്ട് പറഞ്ഞു ഞാൻ കൊല്ലാനാണ് വന്നിട്ടുള്ളത്, കൊല്ലാണ്ട് ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് നാളികേര വാങ്ങിയിട്ട് തല വടിക്കാൻ വന്ന വശം ഭർത്താവരൊക്കെ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഓടി. കാരണം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു തരത്തിലാക്കിയിട്ടേ വിടുള്ളൂ. അത്രയും പവറിലാണ് ഈ ചാത്തൻ്റെ ഈ ബാധ വന്നിട്ടുള്ള സ്ത്രീ നിൽക്കുന്നത്. അങ്ങനെ അവരെ വിളിച്ചു വരുത്തി അകത്തേക്കാക്കി പൂജാമുറിയിലാക്കി വാതിലടച്ചു. കാരണം ഓടിപ്പോയി കഴിഞ്ഞാൽ വിടും. അങ്ങനെ ചോദിച്ചു നിങ്ങൾ ആരാ? അങ്ങനെ പറഞ്ഞു ആള് മുടിങ്ങനെ ചെയ്തോണ്ടിരിക്കുക അങ്ങനെ ഇട്ടിട്ട്. അപ്പൊ പറഞ്ഞു ഞാൻ കരിങ്കാളിയാന്ന് പറഞ്ഞു. ഞാൻ കരിങ്കാളിയാ. അപ്പൊ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു. നേരത്തെ പല ആളുകളും വന്നിട്ടുണ്ട്. ഞാനിപ്പോ കരിങ്കാളിയാ. എന്നെ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വിട്ടിട്ടുള്ളത്. അത് എൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് കോഴീനെ അറുത്തിട്ട് കർമ്മം തന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നടത്തിയിട്ട് ഞാൻ പോവുള്ളൂ. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ തുണക്കാരനോട് പറഞ്ഞു പിടുത്തം വിട്ടാൽ ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് വേഗം ഒരു കാര്യം ചെയ്യേ, അവിടെ ഉണക്കലയിൽ ഇരിക്കുന്നുണ്ട്, പഴം ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു ഇലയിൽ കുഴച്ചിട്ടൊരു രൂപം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളിൻ്റെ രൂപം, രൂപം അങ്ങനെ ഇലയിൽ ഉണ്ടാക്കി അങ്ങനെ ഞാൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത് അങ്ങനെ കൊണ്ടുവച്ചു. ഒരു പാത്രത്തിൽ നിറയെ കട്ടിയുള്ള കുരുതി. അങ്ങനെ ഈ തുള്ളി നിൽക്കണ അതിനോട് വന്നിട്ട് പറഞ്ഞു അതേ നിങ്ങൾക്ക് ആളേനെ കൊല്ലാനല്ലേ, ഇന്ന ആളിനെ കൊല്ലാനല്ലേ
ഇങ്ങനെ ഈ കർമ്മം ചെയ്ത് വിട്ടിട്ടുള്ളത്? അതെ. അപ്പൊ അതിനുള്ളതായിരിക്കുന്ന ആളവിടെ എന്ന് പറഞ്ഞിട്ട് അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്ന ഇലയെടുത്ത് മാറി നോക്കുമ്പോൾ ഈ രൂപത്തിന് കാണുന്നത്. അങ്ങനെ കട്ടിയുള്ള ഗുരുതി എടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു. അതങ്ങോട്ട് ഒഴിച്ചു നോക്കുമ്പോൾ ഒറിജിനലിൽ കിട്ടാൻ അതിനു വേണ്ടി ശ്രമിച്ചിരുന്ന ആ വ്യക്തിക്ക് നേരിട്ടത് കണ്ടപ്പോൾ ഇതാണ് ആള്, ഇവനെ കൊല്ലാനാണ് വിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഇവന്റെ ആ രൂപത്തില് ആ വ്യക്തി അങ്ങ് പോയി. പക്ഷെ ആ രൂപത്തില് അല്ലെങ്കിൽ ഇന്ന ആളാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടില് അങ്ങനെ അതിൻ്റെ അടുത്ത് അവിടെ ചെന്നിരുന്നിട്ട് സന്തോഷം കൊണ്ടും മറന്നിട്ട് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് ചാടി മറിഞ്ഞ്. കാരണം എന്നെ കിട്ടിയത് എങ്ങനെ ഇനി അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇതൊരു ബൊമ്മയല്ലേ, അപ്പൊ അതിന്റെ ശക്തി ആ രൂപത്തിലാക്കിയിട്ടാണ്. അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഇവള് എല്ലാ ശക്തി എടുത്തിട്ട് ആ മറ്റേ അരി കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ രൂപത്തിനെ അടിച്ച് തെറിപ്പിച്ചു. അങ്ങനെ ഒരടി അടിക്കുമ്പോൾ തെറിക്കുക. അങ്ങനെ ഗുരുതി ഇടയ്ക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ഇതവൻ്റെ ചോരയാണ് ഇട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് അടിച്ച് ഉടച്ച് അതിൻ്റെ അടിയിലുണ്ടാകുന്ന ഇല വരെ 4 ഞരമ്പാക്കി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഗുരുതി ഒഴിച്ചു കൊടുത്തു. അതെടുത്തിട്ട് അങ്ങനെ രക്തം കുടിക്കുന്ന അതേ ഒരു അനുഭവമാണ് ഈ ഇദ്ദേഹത്തിന് തോന്നുന്നത്. അതങ്ങനെ ആ ഗുരുതി അങ്ങനെ എടുത്തിട്ട് വായിലേക്ക് അങ്ങോട്ട് തട്ടുമ്പോഴേക്കും ആള് വീണു. അപ്പോ ആ ബാധാമൂർത്തി ഏതാണ് ഇരുന്നെങ്കിൽ കൃത്യമായിട്ട് അവളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി, പ്രത്യേകിച്ച് കരിങ്കാളി. അപ്പൊ അങ്ങനെ ഒരു അടവ് നമ്മളവിടെ ചെയ്തില്ല വെച്ചെങ്കിൽ ചിലപ്പോ വളരെ വിഷമമായിരുന്നു. കാരണം എന്താ വെച്ചാല് ഇതിനെ ഒതുക്കാൻ പറ്റുന്നില്ല, ഈ കാളീനെ ഒതുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ആ രൂപം ഉണ്ടാക്കി ഗുരുതിയും അതുപോലേക്ക് ഒഴിച്ച് ഇദ്ദേഹത്തിനോട് നിനക്ക് വേണ്ട ആളാണ് ആ കിടക്കണമെന്ന് പറഞ്ഞപ്പോ അതിലങ്ങനെ ശരിക്കും ആളുടെ മനസ്സ് കൃത്യമായിട്ട് എത്തി. അങ്ങനെ അവനെ വകവരുത്തുക എന്നുള്ളതായൊരു ലക്ഷ്യം ആ ശക്തിക്കുണ്ടായിരുന്നു. ആ വകവരുത്തുക എന്നുള്ള ആ ലക്ഷ്യം ഉഗ്രമായിട്ട് അത് ആ ദേവിക്ക് പ്രതിഫലം എന്തോ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയതിനനുസരിച്ച് 100% ദേവയുടെ സത്യസന്ധത പുലർത്തി. കാരണം ആ ഉണ്ടായിരുന്ന സാന്നിധ്യം മറ്റെന്താണ് ആൾ രൂപത്തിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. തല്ലി അരിയും ഇതൊക്കെ അങ്ങോട്ടും തെറിച്ചു. അപ്പൊ അത് കൊന്നു എന്നുള്ള ഒരു തോന്നല് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച് നടന്ന ജോലി ഞാൻ അത് തീർത്തു എന്ന് സ്വയം ബോധ്യപ്പെട്ട വശം അദ്ദേഹം ഈ തല്ലൊക്കെ നിർത്തിട്ട് അങ്ങനെ സൈഡിലേക്ക് വീണു. ആ സൈഡിലേക്ക് വീണോട് കൂടിയിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് വിട്ടുമാറി. അപ്പൊ ഈ പറഞ്ഞു വന്നത് ശക്തമായിരിക്കുന്ന ബാധകൾ വന്നു കഴിഞ്ഞാല് ഇതെല്ലാം ഇതിലപ്പുറം ഉണ്ടായിരിക്കും. അപ്പൊ ചാത്തനിലെ അപ്പൊ ഈ ബാധാദോഷങ്ങളൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ചാത്തനാവാം, കരിങ്കുട്ടിയാവാം, ചേക്കുട്ടിപ്പാവാം, അല്ലെങ്കിൽ മാരണ ജിന്ന് മുസ്ലിം പ്രവർത്തികൾ, അതേപോലെ തന്നെ പറക്കുട്ടി, ഗുളികൻ, മലബാരൻ ദൈവങ്ങൾ അല്ലെങ്കിൽ മലംകുറത്തി, ഇത്തരം മൂർത്തികളൊക്കെയാണ് ബാധയിൽ വരിക. അപ്പൊ അത് എല്ലാവർക്കും ചിലപ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല, എന്നാൽ എല്ലാവർക്കും കർമ്മം ചെയ്താൽ പൊക്കോളണമെന്നില്ല. പിന്നെ ആ വ്യക്തിക്ക് സമയം അനുകൂല അല്ല എങ്കിൽ എത്ര ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പൊ ചെയ്യുന്ന കർമ്മിക്ക് പേരുദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ, ചാത്തന്റെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഭക്ഷണത്തിലൊക്കെ മുടി ഉണ്ടാവും, നിറയെ മുടികളുണ്ടാവുക. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇതൊക്കെ തിരിച്ചറിയണതും അതേപോലെ തന്നെ അതിന്റെ പരിഹാരങ്ങൾ ചെയ്യേണ്ടതും ഓരോ കർമ്മിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.